ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 18 അധ്യായം 8 വാക്യം. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. സൈനികപരമായും വാണിജ്യപരമായും പ്രമുഖ സ്ഥാനം നേടിയ കൊരിന്ത് പട്ടണം പ്രശസ്തിയുടെ ഉച്ചസ്ഥിതിയിലെത്തുമ്പോൾ റോമൻ ഭരണകൂടത്തിനെതിരെ നടന്ന ലഹളയുടെ ഫലമായി റോമൻ സൈന്യം കൊരിന്ത് പട്ടണം തകർത്ത് നാമാവശേഷമാക്കുകയുണ്ടായി. തുടർന്ന് ഈ പട്ടണത്തിൽ റോമാക്കാർ കുടിയേറി പാർക്കുകയും ഔദ്യോഗിക വ്യാപാര ആവശ്യങ്ങൾക്കായി വന്നു പാർത്ത ഗ്രീക്ക് യഹൂദ ജനതകളും അവിടെ അധിവസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സ്ഥലം വിവിധ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമ ഭൂമിയായിത്തീരുന്നു. യഹൂദരുടെ സിനഗോഗും ക്രൈസ്തവ കൂട്ടായ്മയും ഗ്രീക്ക് ദേവീ ദേവന്മാരുടെ അനേകം പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ടായിരുന്നതായി അപ്പോസ്തല പ്രവൃത്തികൾ 18 അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കൊരിന്ത് പട്ടണത്തിലെ ഒരു യഹൂദനായ പള്ളിപ്രമാണിയായിരുന്നു ക്രിസ്പോസ്. ഈ പ്രഭാതത്തിൽ ക്രിസ്പോസിനെ കുറിച്ച് നമുക്ക് അല്പമായി മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, വിശ്വാസിയായി തീർന്ന നേതാവ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്തിൽ പ്രസംഗിച്ചപ്പോൾ ഏറ്റവും ആദ്യം ദൈവത്തിൽ വിശ്വസിച്ച പ്രമുഖ മത നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ക്രിസ്പോസ്. യേശു തന്നെയാണ് ക്രിസ്തു എന്ന് പൗലോസ് പ്രസംഗിക്കുന്നതിലൂടെ പൗലോസിന് ധാരാളം യഹൂദരായ എതിരാളികൾ അവിടെ ഉണ്ടാകുന്നു. അവർ പൗലോസിനെ ദുഷിക്കുകയും എതിരു പറയുകയും ദേശാധിപതിയുടെ മുമ്പിൽ വിചാരണയ്ക്കായി നിർത്തുകയും ചെയ്യുന്നു. അതിനാൽ തുടർന്നുള്ള വചന പ്രഘോഷണം സിനഗോഗിൽ നിന്ന് മാറ്റി പള്ളിക്കടുത്തുള്ള വിജാതീയനായ യുസ്തോസിന്റെ ഭവനം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഈ വിജാതീയന്റെ ഭവനത്തിലെ വചന കേൾവി അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരുന്നു. കാരണം യഹൂദനായ പള്ളിപ്രമാണിയുടെയും കുടുംബത്തിൻ്റെയും മാനസാന്തരം നടന്നത് പള്ളിക്കുള്ളിൽ ആയിരുന്നില്ല, പകരം പള്ളിക്ക് അടുത്തുള്ള വിജാതീയനായ ഈ മനുഷ്യൻ്റെ ഭവനത്തിലാണ്. ദൈവത്തിന് എന്തിനേയും ഏതിനേയും രൂപപ്പെടുത്തുവാൻ നിമിഷങ്ങൾ മാത്രം മതി. അതിന് വലിയവനെന്നോ ചെറിയവനെന്നോ വേർതിരിവില്ലാതെ ഏവരെയും ദൈവം സ്വീകരിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ക്രിസ്പോസ് എന്ന നേതാവ് ഇവിടെ വിശ്വാസിയായി തീരുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ യഹൂദ സഭയുടെ അധ്യക്ഷൻ ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊരിന്തിൽ വലിയ ആത്മീയ മുന്നേറ്റത്തിന് വഴിതെളിക്കുകയാണ് ഉണ്ടായത്. രണ്ടാമതായിട്ട്, സാക്ഷിയായി തീർന്ന നേതാവ്. നമ്മളിവിടെ കുറിവാക്യത്തിൽ കേട്ടതുപോലെ പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ചു, സ്നാനമേറ്റു എന്ന് അവിടെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യ ജീവിതം തൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും വിശ്വാസത്തിലേക്ക് നയിക്കുന്നതായിട്ട് കാണുന്നു. തുടർന്ന് അവിടെ ഒരു സഭ തന്നെ വളർന്നു വരുന്ന ചിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മാത്രമല്ല 1.5 വർഷം പൗലോസ് അപ്പോസ്തലൻ അവിടെ താമസിച്ച് പ്രവർത്തിക്കുന്നതായും കാണുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്പോസ് സത്യദൈവത്തെ അഥവാ സത്യവിശ്വാസത്തെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് അദ്ദേഹത്തിന് മാത്രം ഒതുങ്ങിത്തീരുന്നില്ല, തൻ്റെ ഭവനത്തെയും രക്ഷയിലേക്ക് നയിക്കുന്നു. മാത്രമല്ല നേതൃത്വം അഥവാ അധികാരികൾ വിശ്വാസത്തോട് ചേരുമ്പോൾ ആ സമൂഹത്തിന് തന്നെ മാറ്റം സംഭവിക്കുന്നതായിട്ട് ക്രിസ്പോസിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ വിശ്വാസ ജീവിതം എൻ്റെ ഭവന അംഗങ്ങളെ രക്ഷയിലേക്ക് നയിച്ചിട്ടുണ്ടോ? എൻ്റെ വിശ്വാസ ജീവിതത്തിലൂടെ എനിക്ക് എൻ്റെ സമൂഹത്തെ നേടുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ശാന്തമായി നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഏത് പ്രതിസന്ധിയിലും അവിടുത്തെ പുത്രനായ യേശു തന്നെ ക്രിസ്തു എന്ന് ഉറക്കെ പറയുവാനുള്ള ധൈര്യവും ഞങ്ങളിലൂടെ മറ്റുള്ളവർ അങ്ങയെ കണ്ടെത്തുന്ന അനുഭവവും ഞങ്ങൾക്ക് സാധ്യമാക്കി തരണമേ. ആമേൻ.